മനസ്സും അതിലെ ആ മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതകളും. മനസ്സെന്ന് പറയുന്ന ഒരു പാവമാണല്ലേ. എല്ലാവരുടെയും മനസ്സ് പാവമാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ആ മനസ്സിനെ മാറ്റിയെടുക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, മറ്റുള്ളവരുടെ ഇടപെടലുകൾ, ഇവയെല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ ഒരുപാട് തരത്തിൽ മറിക്കാറുണ്ട്. അപ്പോൾ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ മാറുകയില്ല. അതിങ്ങനെ മനസ്സിനെ ഇങ്ങനെ എല്ലാ ദിവസവും ഓർമ്മ വരുന്ന സമയത്തെല്ലാം തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാനിപ്പം പഠിപ്പിക്കാൻ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ടൈം ടേബിളിലൊരു ചെറിയ കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ അവിടുത്തെ സാറിനെ വിളിച്ചു. സാറ് പറഞ്ഞു, പക്ഷെ ഞാൻ മനസ്സിലാക്കിയ രീതിയിലുണ്ടാകുന്ന വ്യത്യാസം അത് സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് രാവിലെ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ് ഏതൊക്കെ ദിവസമാണോ ആ ദിവസം വെളുപ്പിനത്തെ അലാറം വെച്ചു. പക്ഷേ പോകണ്ടാത്ത ദിവസമാണെന്ന് കരുതിയിട്ട് ആണെങ്കിൽ പോലും അന്നത്തെ ദിവസം പക്ഷേ നേരത്തെ അലാറം സെറ്റ് ചെയ്തതുകൊണ്ട് അന്നത്തെ ദിവസം അലാറം അടിച്ചു. ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് പറഞ്ഞാൽ ഇന്ന് പോകണ്ടല്ലോ പറഞ്ഞ് കുറച്ച് നേരം ഇവിടെ കിടക്കാമെന്ന് കരുതി. കുറച്ച് സമയം കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്ന ആ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. എന്താ ഇന്ന് ക്ലാസ്സിന് വരാഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ക്ലാസ് എടുത്തതാണല്ലോ, ഈ ആഴ്ചത്തെ ക്ലാസ് 2 ഞാൻ എടുത്തതാണ് എന്ന് പറഞ്ഞു. പറഞ്ഞല്ല, ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഒരു നിമിഷം ഞാനങ്ങ് സ്റ്റക്കായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സാറിനെ വിളിച്ചിങ്ങനെ ചോദിച്ചു അങ്ങനെ. അപ്പം ഞാൻ മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നമാണത്. അത് സ്വാഭാവികമായിട്ട് ആർക്കായാലും വരുന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അങ്ങനെ പറഞ്ഞു, ശരി. ഞാൻ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചു. കുറച്ച് നേരം എനിക്കങ്ങ് ഭയങ്കരമായിട്ടും ഫീലായിപ്പോയി. കാരണം നമ്മൾ തുടങ്ങുന്ന സമയമാണല്ലോ. ആ സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായല്ലോ എന്നത് എന്നെ ഭയങ്കരമായിട്ടും ചെയ്തു. എന്നിട്ട് എനിക്കറിയാം, ഇന്ന് ഞാൻ അതിന് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇത് ഇനി അങ്ങോട്ട് എന്നെ കുറേ നാളുകളിലേക്ക് എന്നെ അത് അലട്ടിക്കൊണ്ടേയിരിക്കും ആ ഒരു പ്രശ്നം. കാരണം 2 മണിക്കൂറത്തെ ക്ലാസ്സാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. അത് 2 ബാച്ചിൻ്റെ ക്ലാസ്. ഞാൻ ഇത്തിരി നേരം ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം, ഇപ്പം ഞാനത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതെന്നെ മനസ്സിന് ഭയങ്കരമായിട്ടും ഇന്നത്തെ ദിവസം ഫുള്ള് എന്നെ ബാധിക്കും. പിന്നീട് എപ്പോഴും ഇങ്ങനെ അതിനെ ഓർത്ത് ഞാൻ വിഷമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ ഇരുന്നിട്ട് ഞാനോർത്തു, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിങ്ങനെ സ്വയം ആ ഒരു വിഷമത്തെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുകയാണ്, ആ സങ്കടം. കാരണം നമുക്ക് ക്ലാസ് എടുക്കുന്നതിനനുസരിച്ചാണ് നമുക്കൊന്നാമത് സാലറിയും കൂടെ ഉള്ളത്. അപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ എനിക്കത് നഷ്ടപ്പെട്ടു എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് ഉണ്ടാക്കി. മാത്രമല്ല, നമ്മളൊരു ക്ലാസ്സിൽ ചെല്ലാതിരിക്കുമ്പോൾ അത്രയും പോർഷൻസ് കവർ ചെയ്യാൻ അത്രയും താമസം വരും. കാരണം കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് എൻ്റെ. അങ്ങനെ വല്ലാത്തൊരു നിമിഷം ഞാൻ പിന്നെ സ്വയം സമാധാനപ്പെടുത്താൻ തുടങ്ങി. പോട്ടെ, സാരമില്ല, ഇനി അടുത്ത് നോക്കാം, ഇല്ല എന്ന് കരുതി ഇരുന്നതല്ലേ. അപ്പോൾ ആണ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നറിഞ്ഞത്. ഏതായാലും നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോകാനാണ് ഞാൻ തയ്യാറായിരുന്നല്ലോ. അപ്പം കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു, പക്ഷെ ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിന്, ഇപ്പോഴത്തെ ക്ലാസ് ഏതായാലും നഷ്ടമായി, അടുത്ത അവർ എനിക്ക് എടുക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തു. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ ചോദിച്ചു, ഞാനിപ്പോൾ വരട്ടെ? പറഞ്ഞാൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ അടുത്ത അവർ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡുണ്ട്. ഞാൻ പറഞ്ഞു, പിന്നെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കണം, അമ്മ പോയിട്ട് പെട്ടെന്ന് വരാം, താമസിച്ചാൽ അമ്മയുടെ സാറ് വഴക്ക് പറയും എന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് മനസ്സിലായി. അവൾ പറഞ്ഞു, സാറ് തല്ലുമല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവളും കുഴപ്പമില്ല, കരഞ്ഞൊന്നുമില്ല. പിന്നെ ഹസ്ബൻഡ് താഴോട്ട് പോയായിരുന്നു. ഹസ്ബൻഡ് കൈ കൊണ്ട് കൊടുത്തു. പെട്ടെന്ന് തന്നെ റെഡിയായി പോയി സൈക്കിളിൽ പോയി. അപ്പം പകുതി എത്തിയപ്പോഴത്തേക്കും എന്നെ അവിടെ നിന്ന് വിളിച്ചു, വരത്തില്ലേ സമയം? ഞാൻ പറഞ്ഞു, ഇപ്പം വരുമെന്ന് പറഞ്ഞ്.
അത് എങ്ങനെയാണോ എനിക്കറിയത്തില്ല, സൈക്കിൾ ചവിട്ടോട്ട് നീങ്ങുന്നില്ലെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നു, ആകെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. പക്ഷെ ഞാൻ എന്നാലും നമുക്ക് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. ഏതായാലും ഞാനവിടെ ഒരു 5 മിനിറ്റ് താമസിച്ചുവെങ്കിലും ചെന്നു. ഓഫീസിലോട്ട് കയറാൻ നിന്നിട്ട് സൈക്കിൾ വെച്ച് നേരെ ക്ലാസ്സിലേക്ക് കയറുകയായിരുന്നു. അപ്പം കാണാൻ പറ്റും നമ്മൾ പോകുന്നതൊക്കെ. അപ്പോൾ സാറുണ്ട്, വേറെ സാറ്. അപ്പം നമ്മൾ അവിടെയാണെങ്കിൽ ഒരു സാറ് എപ്പോഴും ഫ്രീ ആയിട്ട് കാണും. ആരെങ്കിലും ഒരാൾക്ക് അത്യാവശ്യം വന്നില്ലെങ്കിൽ കുട്ടികളെ വെറുതെ ഇരുത്തത്തില്ല. അപ്പം മറ്റ് ഉള്ള സാറ് ക്ലാസ് എടുക്കും. അങ്ങനെ സാറ് ക്ലാസ്സിലുണ്ട്. പക്ഷെ നമുക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ക്ലാസ് എടുത്തു. അങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഒന്ന് റിലാക്സായി, ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ അത്രയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കിഷ്ടമുള്ള ഒരു ജോലിയാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് ഇരുന്ന ഒരു കാര്യമാണ് അത്ര വലിയ ഒരു ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടി. ഇതുപോലെ ഇത്രയും കുട്ടികളുള്ള ട്യൂഷൻ സെൻറ്ററിൽ ഞാൻ നേരത്തെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് എനിക്കതിൽ. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. പിന്നെ മഴയായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പം നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്കതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ നമ്മുടെ മിസ്റ്റേക്കാണ്, പക്ഷേ അതിലെ പകുതിയെങ്കിലും നമുക്ക് ശരിയാക്കാൻ പറ്റി, അല്ലേ? ഞാൻ ഓർക്കുകയാണ്, ആദ്യം ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ്, ഏതായാലും പോട്ടെ, 2 മണിക്കൂർ പോയത് പോയി എന്ന് കരുതി. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് പോയല്ലോ എന്നോർത്ത് വിഷമിക്കുന്നതിന് പകരം അതിൽ കുറച്ചെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റുമായിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കണം. അപ്പം ഞാൻ കുറച്ച് 10 മിനിറ്റ് നേരത്തെ ആണ് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം പോയാലോ, ടീച്ചർ എന്നെ വിളിച്ച സമയത്ത് ഞാൻ ചിന്തിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എനിക്ക് അവിടെ എത്താമായിരുന്നു. പക്ഷേ ആ നിമിഷം എൻ്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ഫീലിംഗാണ് പെട്ടെന്ന് തോന്നിയത്. പിന്നെന്താണ്, ആ ഫീലിങ്ങിനെ ഇല്ലാണ്ടാക്കാൻ ഞാൻ ഒരു ശ്രമം കൂടെ നടത്തി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ആ സമയത്ത് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് വീണ്ടും ഒരു തോന്നലുണ്ടായി. ഇപ്പോൾ ചെയ്യുന്ന കഴിഞ്ഞാൽ അതെനിക്ക് കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റുമോ, 1 മണിക്കൂർ എനിക്കതുകൊണ്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ സാലറി എനിക്കതിൽ വരികയും ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ചെയ്യണോ? എനിക്കൊരു മടി, 5 മിനിറ്റായാലും നമ്മൾ താമസിച്ചു എന്നുള്ള പിന്നെ അങ്ങനെയൊന്നുമില്ല, ചെയ്തോളാൻ പറഞ്ഞു. കാരണം എല്ലാം ഫോണിലാണ്, നമ്മൾ ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സോറിയൊക്കെ പറഞ്ഞു അതൊക്കെ അങ്ങനെയാണ്, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തുടക്കത്തിലൊരു ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വരും. പിന്നെ ഞാനൊന്ന് ക്ലിയറൊക്കെ ചെയ്ത് അടുത്ത ആഴ്ച തൊട്ട് എങ്ങനെയാണെന്ന് എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ വിളിക്കുകയെ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ സാറും ടീച്ചറും ഒക്കെ നല്ലൊരു മൈൻഡോടുകൂടി അതിനെ കണ്ടതുകൊണ്ട് എനിക്കതിൽ ഒരു സമാധാനമായി. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എൻ്റെ മനസ്സിനോടാണ്. കാരണം എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്ന് തോന്നിപ്പിച്ചു, ഇപ്പോൾ പോയാൽ പകുതി എടുക്കാമല്ലോ എന്നുള്ള ആ 1 മണിക്കൂറിന് വേണ്ടിയിട്ട് എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിന് എന്നോട് പറയാൻ തോന്നി, നീ അങ്ങനെ ചെയ്തു നോക്കൂ എന്ന് പറയാൻ തോന്നിയത് കൊണ്ടാണല്ലോ എനിക്ക് ആ ഒരു സമയം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി എൻ്റെ മനസ്സിനോട് തന്നെയാണ്. എൻ്റെ മനസ്സല്ലേ എന്നെക്കൊണ്ട് അങ്ങനെ ഒന്ന് ചിന്തിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് മനസ്സുകളുണ്ട്. പക്ഷേ ചിലർക്ക് അപ്പോഴുണ്ടാകുന്ന ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ചിലപ്പോൾ പലർക്കും കഴിയുകയില്ല. എന്തായാലും നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം വന്നു, അതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് കണ്ടുപിടിക്കാം, ഉള്ളതിനെ എങ്ങനെ ശരിയാക്കുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം കൂടുതലായി ടെൻഷൻ അടിച്ച് അനാവശ്യമായ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്ന മനസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇപ്പം ഞാനിത് പറയുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്.
നമുക്ക് പൂർണ്ണമായും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നാരും ഒന്നിനെക്കുറിച്ചും കരുതരുത്. അതുപോലെ നഷ്ടം എന്നതിൽ തന്നെ ചെറിയൊരു പോസിറ്റീവ് കാണും. അത് ചിലപ്പോൾ നഷ്ടമെന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണമായ നഷ്ടമായിരിക്കില്ല, ചിലപ്പോൾ അതിലൊരു നേട്ടം എവിടെയോ കാണും. ആ നേട്ടം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ആ നേട്ടത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതൊരു നേട്ടമാണല്ലോ എന്ന് മനസ്സിലാക്കി ആ നേട്ടത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ്. ഇത് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലുണ്ടായിരുന്നു. അപ്പം പ്രവേശനോത്സവം കഴിഞ്ഞ സമയമാണല്ലോ. അപ്പോൾ 2 കുട്ടികൾ, ഇരട്ടക്കുട്ടികളാണ്. അവർ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവരുടെ അമ്മ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പം അതിൻ്റെ തൊട്ട് താഴെ ആ കുട്ടികളുടെ അച്ഛൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പം ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ആ കുട്ടികളുടെ അമ്മ ബാങ്ക് മാനേജറാണ്. അച്ഛൻ്റെ ജോലി എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇവർ വിവാഹം കഴിച്ചു, വർഷങ്ങൾ കാത്തു നിന്നിട്ട് കുട്ടികളാവാഞ്ഞിട്ട് അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയി. അങ്ങനെ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിലാണ് ഈ ഹസ്ബൻഡ് പെട്ടെന്ന് മരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും IVF ട്രീറ്റ്മെൻറ്റ് ആകുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ് സ്പേമൊക്കെ നേരത്തെ തന്നെ കളക്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാണ്ടായപ്പോൾ ഇവരാ ഒറ്റപ്പെടലുണ്ടായി. തീർച്ചയായിട്ടും മനസ്സിൽ പിന്നിനി ഒന്നുമില്ല, പ്രത്യേകിച്ചും പ്രണയിച്ച് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് പോകുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് ഹസ്ബൻഡും ഇല്ലാണ്ടായി. സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന കുറേ മനസ്സുകൾ ഹസ്ബൻഡ് പോയി, ഇനി അതിലൊരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, കുഞ്ഞിനെ എങ്ങനെ വളർത്തും എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്ന അവർക്കൊരു ജോലിയുണ്ട്, നല്ലൊരു ജോലിയുണ്ട്. ഒരു ബാങ്ക് മാനേജറാണ്. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല. കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ആ കുഞ്ഞുങ്ങളെ നോക്കി വളർത്താവുന്നതേ ഉള്ളൂ, അല്ലേ? ഒരു ജോലിക്ക് ഒരാളിനെ നിർത്തിയാലും കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ സഹായിക്കും. അപ്പോൾ അവർ മറ്റൊന്നിനെയും കുറിച്ചും അവർ ചിന്തിച്ചില്ല. അവർക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് മരിച്ചു എന്ന വലിയ നെഗറ്റീവ് അവരുടെ ജീവിതത്തിലേക്ക് വന്നെങ്കിലും അവർ കണ്ടെത്തിയ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ജീവൻ്റെ മറ്റൊരു തുടിപ്പ് അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് കൊടുത്തിട്ടാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ട്രീറ്റ്മെൻറ്റ് അവർ വീണ്ടും തുടർന്നു. അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ച സ്പേം വെച്ചിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് വഴി അവർക്ക് 2 കുഞ്ഞുങ്ങളെ കിട്ടി, അല്ലേ? അവർക്കിനി അവരുടെ ജീവിത അവസാനം വരെ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ കുട്ടികൾ 2 പേരും. ഭർത്താവ് നഷ്ടപ്പെട്ടെന്ന ഏറ്റവും വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. ആ നെഗറ്റീവിൽ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വേറെ ആരും വേണ്ട, കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. അവിടെ എന്തായാലും തൻ്റെ ഹസ്ബൻഡിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഏതൊരു ഭാര്യയ്ക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ അവർക്കൊരു പുതിയ ജീവിതം അതുവഴി ഉണ്ടായി. അപ്പം നമ്മളുടെ സയൻസ് ഒരുപാട് വളർന്ന് വികസിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കുറേ നല്ല കാര്യങ്ങൾ അതിലൂടെ മനുഷ്യർക്ക് കിട്ടുന്നതും ഒന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ എല്ലാ മേഖലകളിലും നടത്തപ്പെടുന്നുണ്ട്. അതെല്ലാം തന്നെ മനുഷ്യർക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ചെയ്യുന്നുണ്ട്. നെഗറ്റീവുകൾ ഒരുപാടുണ്ട്, എങ്കിലും ഇത്തരത്തിൽ ഒരു ജീവൻ്റെ തുടിപ്പ് മാറ്റിവെച്ച്, അല്ലേ, അതിലൂടെ 2 കുഞ്ഞുങ്ങളെ കിട്ടി. അവരുമായിട്ട് പോകുമ്പോൾ 3 ജീവിതങ്ങളാണ് പുതിയ വെളിച്ചത്തിലേക്ക് പോകുന്നത്, അല്ലേ? കാരണം ഭർത്താവില്ലാത്തൊരു സ്ത്രീയുടെ അവസ്ഥ, കുട്ടികളും കൂടി ഇല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ, അല്ലേ? വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവർക്ക് ജോലി ഉണ്ടെന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ ഭർത്താവില്ലാത്ത ഒരവസ്ഥയെ തരണം ചെയ്യാൻ അവർക്ക് ഇന്ന് സഹായകമായി നിൽക്കുന്നത് അവരുടെ ആ കുട്ടികളാണ്, അല്ലേ? അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടു പോയേനെ. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ മിക്കവാറും എല്ലാവരുടെയും ജീവിതത്തിൽ വരാറുണ്ട്.
അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നെഗറ്റീവുകൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ വരും, നമ്മുടെ മനസ്സിനെ ഒരുപാട് ബാധിക്കും ഈ നെഗറ്റീവുകൾ. അപ്പോഴെല്ലാം ആ നെഗറ്റീവിനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ അതിലെവിടെയെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക. നെഗറ്റീവ് പോട്ടെ, അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന നമ്മുടെ മനസ്സിനെ ഒരുപാട് തളർത്തുന്ന കാര്യമാണ് ഈ നെഗറ്റീവ്. നമ്മളതിനെ ചിന്തിക്കുകയേ ചെയ്യല്ലേ, അതിനകത്തിൽ എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക അല്ലേ. നമ്മൾ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ അരി ഇങ്ങനെ പാറ്റിയെടുക്കുമല്ലോ മുറത്തിലിട്ട്. ആ സമയത്ത് ചെറിയ നെല്ലുകൾ കാണും അതിനകത്തിൽ. അപ്പോൾ അതിനകത്തുനിന്ന് പണ്ടത്തെ ആൾക്കാർ ഇത് ഇങ്ങനെ പെറുക്കി കളയുന്ന കാണാം അല്ലേ. അപ്പം ഇതുപോലെ തന്നെ മിക്സായി പോയിട്ടുള്ള കുറച്ച് കാര്യം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവും. അപ്പം നെഗറ്റീവായിരിക്കും നിറയെ കിടക്കുന്നത് ഇല്ലേ. അതിനകത്തു നിന്ന് ഒരു പോസിറ്റീവിനെ കണ്ടെത്തുക അല്ലേ. ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പറയണം, ഈ തേയിലയും പഞ്ചസാരയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ. പഞ്ചസാര ഇത്തിരി വലിയ പീസുകളാണ്, തേയില ഒരുപാട് ചെറുതാണ്. പക്ഷേ പഞ്ചസാരയിൽ നിന്ന് നമുക്ക് പഞ്ചസാരയും തേയിലയും കൂടെ മിക്സായി പോയി കഴിഞ്ഞാൽ ഇതിന് രണ്ടിനെയും നമ്മൾ എങ്ങനെ വേർതിരിച്ചെടുക്കും? ചിന്തിച്ച് നോക്കി, പറ്റുമോ അത്? ഇതുപോലെ ആയിരിക്കും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങൾ. അപ്പോൾ അത് ദുഷ്കരമാണ് ചില സന്ദർഭങ്ങളിൽ അതിനെ വേർതിരിച്ചെടുക്കാൻ അല്ലേ. നമ്മൾ വെളുപ്പിനെ പോസിറ്റീവായിട്ടും വെളുപ്പ് എന്ന് പറയുമ്പോൾ പഞ്ചസാരയെ പോസിറ്റീവായിട്ടും തേയിലയെ നെഗറ്റീവായിട്ടും കാണുകയാണെങ്കിൽ ഇതിന് രണ്ടിൽ നിന്നും വ്യത്യസ്തമാക്കി എടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. ചില സന്ദർഭങ്ങളിൽ എളുപ്പമാണ്. ഇപ്പം അരിക്കകത്തിൽ നെല്ല് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കാര്യമായിട്ട് ശ്രമിച്ചാൽ പറ്റും അല്ലേ. അങ്ങനെയൊക്കെ എളുപ്പമെന്ന് പറ്റുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ തേയിലയും പഞ്ചസാരയും വേർതിരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി മെനക്കേടാണ്. അത് ചില ബുദ്ധിപരമായ രീതിയിൽ ചിന്തിച്ചാൽ പെട്ടെന്ന് അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ സന്ദർഭങ്ങളെ നമുക്ക് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിനെ നമുക്ക് വേർതിരിച്ച് എടുക്കാൻ പറ്റും. പിന്നെ ഈ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേയിലയും പഞ്ചസാരയും ആവശ്യമാണ്. പാൽ ചായ ആണെങ്കിൽ പാലോട് ഒഴിക്കണം. നമുക്ക് വേണമെങ്കിൽ തേയിലയും പഞ്ചസാരയും ചേർത്തൊരു ചായ ഉണ്ടാക്കിയാലും നഷ്ടങ്ങളൊന്നുമില്ല അല്ലേ. അങ്ങനെയും ചിന്തിക്കാം. നെഗറ്റീവിനെയും പോസിറ്റീവിനെയും കൂടെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ജീവിതവും അല്ലെങ്കിൽ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഏത് വേണമെന്ന് അവരവർ ചിന്തിക്കുക. ഞാൻ ഈ 2 കാര്യങ്ങൾ പറഞ്ഞതും നമ്മുടെ ജീവിതത്തിലെ നേരിടുന്ന നമ്മളുടെ വലിയ വലിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ പ്രശ്നങ്ങൾ പലപ്പോഴും തരണം ചെയ്യാൻ പറ്റാതെ വലഞ്ഞു നിൽക്കുന്ന ഒരുപാട് മനസ്സുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ 2 കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളെ നമ്മൾ അവിടേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്നും മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങളെ കണ്ടെത്തുക. നമ്മളെ വിഷമിപ്പിക്കാൻ ഒരുപാട് ആളുകൾ കാണും. നമ്മൾ ഇതുവരെയും കേൾക്കാത്ത തരത്തിലുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരും. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും നമുക്ക് നേരെ കല്ലെറിയുക എന്ന് പറയുന്ന പോലെ നമുക്ക് നേരെ ഒരുപാട് വാക്കുകൾ മോശമായിട്ട് പ്രയോഗിക്കും. ഒരുപാട് വിഷമങ്ങൾ നമുക്ക് തോന്നും. ആരുമില്ല, ഒറ്റപ്പെട്ടൊക്കെ പോകും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വരും. ചില സമയത്ത് നമുക്കൊരു കുഞ്ഞുങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ആകെയുള്ള ഒരു ഒരു ചേർത്ത് പിടിച്ച ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ കുഞ്ഞുങ്ങളായിരിക്കും. നമ്മളപ്പോൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ളവരൊക്കെ പോയി പണി നോക്കാൻ പറയാം. നമ്മുടെ കുഞ്ഞാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണ് വലുത് എന്ന് കരുതി അവരെ നോക്കി മുന്നോട്ട് പോവുക. മറ്റുള്ളവരൊന്നും മൈൻഡ് ചെയ്യാനേ പോവില്ല. നിങ്ങളവിടെ പറഞ്ഞു, എനിക്കിതൊന്നും ഏശത്തില്ല എന്ന രീതിയിൽ പറയാം. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇതൊക്കെ റിലേറ്റ് ചെയ്ത് പോകും. കഴിഞ്ഞ ദിവസം എൻ്റെ അനിയന് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. പ്ലൂട്ടോയെ കുറിച്ചാണ്, ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഞാനത് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്കങ്ങ് ചിരിയും വന്നു, സന്തോഷവും ഒക്കെ തോന്നി. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കുഞ്ഞിലേ തൊട്ട് പഠിക്കുന്നത് 9 ഗ്രഹങ്ങളുണ്ടെന്നാണ് അല്ലേ. നവഗ്രഹങ്ങൾ. അതിൽ പ്ലൂട്ടോയെ എല്ലാവർക്കും അറിയാം. അപ്പം ഏറ്റവും താഴെയുള്ള ഗ്രഹമാണ്. പക്ഷേ ഈ 9 ഗ്രഹങ്ങളിൽ നിന്ന്
2016 തോന്നുന്നു അവൻ അങ്ങനെയായിരുന്നു എഴുതിയതെന്ന് തോന്നുന്നു. 16 തോന്നുന്നു. ആയപ്പോഴത്തേക്കും കുറേ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടെ കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് ഈ പ്ലൂട്ടോയെ എന്ത് ചെയ്തു, ഗ്രഹങ്ങളുടെ സ്ഥാനത്ത് നിന്നും മാറ്റി. ഇനി അവർ പറഞ്ഞു ഇനി ഈ പ്ലൂട്ടോയ്ക്ക് ഗ്രഹം എന്ന സ്ഥാനം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഗ്രഹത്തിൻ്റെ കുറവ് നമുക്കുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് എല്ലാവരും 9 അല്ല 8 ഗ്രഹങ്ങൾ എന്ന രീതിയിലാണ് പഠിച്ചു വരുന്നത്. അങ്ങനെ ആ ഗ്രഹത്തെ മാറ്റി എന്ന് കരുതി ആ പ്ലൂട്ടോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്ലൂട്ടോ ഇരുന്ന് കരയുന്നുണ്ടോ? പ്ലൂട്ടോ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇല്ലേ? അപ്പോൾ അത് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു അതിൻ്റെ ആ ഒരു ഇതായിട്ട് കൊടുത്തിരുന്നത്, പ്ലൂട്ടോയുടെ ചിന്ത എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഓർത്തിട്ട് ഞാനത് എൻ്റെ സ്റ്റാറ്റസിലേക്ക് മാറ്റി. എനിക്കത് കേട്ടപ്പോൾ എന്നിട്ട് അനിയന് കമൻറ്റ് അയച്ചു. അവൻ പറഞ്ഞാൽ അപ്പോൾ അവൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞു. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്ന പ്രശ്നമാണ്. നമ്മളെന്നുള്ളൊരു വ്യക്തിയാണ്. ചിലർ നമ്മളെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും. അവോയ്ഡ് ചെയ്തതിൽ നമുക്കെന്ത് സംഭവം? നമുക്കൊന്നും പ്രശ്നമില്ല. ഇപ്പം പ്ലൂട്ടോ അറിയുന്ന പോലുമില്ല അതൊരു ഗ്രഹമാണെന്നോ ആയിരുന്നെന്നോ ആണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പേര് പ്ലൂട്ടോ എന്നാണെന്നോ ഒന്നും ആ സംഭവം അറിയുന്നില്ല. അതിനറിയാവോ? ഇതൊന്നും അത് ആകാശത്ത് ബഹിരാകാശത്ത് എവിടെയോ ഇല്ലേ താമസിക്കുന്നു. ചില സമയത്ത് നമുക്ക് ഇതിനെയൊക്കെ കാണാൻ ചെറിയ രീതിയിൽ എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. എന്നല്ലാതെ ഇതിനെക്കുറിച്ച് കണ്ടുപിടിച്ചതും ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ എഴുതിയതും ഇപ്പോൾ അതിനെ അവിടെ നിന്ന് മാറ്റിയതും എല്ലാം ഈ മനുഷ്യരാണ്. മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അവിടെ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് അല്ലേ? അപ്പം മനുഷ്യർ തന്നെ പറയുന്നു നിങ്ങളൊരു ഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഗ്രഹത്തിൻ്റെ പട്ടികയിൽ ചേർത്തു. പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റിക്കളയും. പ്ലൂട്ടോ പറഞ്ഞു നിങ്ങളെന്നെ ഒരു ഗ്രഹമായിട്ട് അംഗീകരിക്കാനായിട്ട് ആരോടെങ്കിലും ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരെ അവിടെ നിന്നുകൊണ്ട് ഫോൺ ചെയ്തിട്ട് ശാസ്ത്രജ്ഞന്മാരോട് പറയണം ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് ഗ്രഹങ്ങളിൽ പെടുത്തൂ, ഞാനൊരു ഗ്രഹമാണ്, എൻ്റെ പേര് പ്ലൂട്ടോ എന്നാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര കോടി രൂപ തരാം, എന്നെ ഒരു ഗ്രഹമായിട്ട് അംഗീകരിക്കൂ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആരെയും കൊണ്ടെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ട് ഒന്നുമല്ല പ്ലൂട്ടോയെ ഈ ശാസ്ത്ര ലോകം ഒരു ഗ്രഹമായിട്ട് അംഗീകരിച്ചത് അല്ലേ? അതവിടെ അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പ്ലൂട്ടോ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരുടെ പുറകെ നടക്കുന്നുണ്ടോ? അത് എനിക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ മറ്റുള്ള ഗ്രഹങ്ങളെക്കാളും മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ്, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്, ദയവായിട്ട് എന്നെ ഈ ഗ്രഹത്തിൻ്റെ പട്ടികയിൽ നിന്ന് മാറ്റരുതേ എന്നും പറഞ്ഞിട്ട് പ്ലൂട്ടോ ആരെയെങ്കിലും കാല് പിടിച്ച് നടക്കുന്നുണ്ടോ? ഇല്ല. പ്ലൂട്ടോ ഇതൊന്നും അറിയുന്നില്ല. തൻ്റെ പേര് പ്ലൂട്ടോയാണെന്ന് പോലും അതറിയുന്നില്ല. അതവിടെ സ്ഥിരമായിട്ട് അതിൻ്റെ പൊസിഷൻ എവിടെയാണോ അതേ സ്ഥാനത്ത് അതവിടെ നിൽക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു നിങ്ങൾ ഗ്രഹമല്ലെന്ന് പറഞ്ഞു പ്ലൂട്ടോയെ ഒഴിവാക്കി. ഇവിടെ നിന്ന് ശാസ്ത്രജ്ഞന്മാർ ചെന്നിട്ട് പ്ലൂട്ടോയെ അതെ നിങ്ങൾ ഗ്രഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്, അതുകൊണ്ട് ഈ സ്ഥാനത്ത് നിന്നും ഒരു 1/2 കിലോമീറ്റർ മാറി അല്ലെങ്കിൽ 1 കിലോമീറ്റർ മാറി അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ മാറി നിങ്ങൾ ഇനി തൊട്ട് നിന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് ആരെങ്കിലും പോകുന്നുണ്ടോ? അല്ല, ഇവിടുന്ന് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പ്ലൂട്ടോയെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുമോ? ഒന്നും സംഭവിക്കില്ല. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. പണ്ട് തൊട്ടേ പ്ലൂട്ടോയുടെ സ്ഥാനം എവിടെയാണോ അവിടെ തന്നെ നിൽക്കും ഇല്ലേ? ഒരു നാശം എന്ന് പറയുന്നത് എല്ലാവർക്കും വരികയാണെങ്കിൽ ഒരുപക്ഷെ പ്ലൂട്ടോയും മറ്റ് ഗ്രഹങ്ങളുടെ ഒപ്പം തന്നെ ഇല്ലാണ്ടാകുമായിരിക്കാം. പക്ഷേ അതുവരെയും പ്ലൂട്ടോ എവിടെ തന്നെയായിരിക്കും? അതിൻ്റെ എവിടെയാണോ അതിൻ്റെ സ്ഥാനം, അതിനെവിടെയാണോ നിൽക്കേണ്ടത് അവിടെ തന്നെ നിൽക്കും. ഇതുപോലെ തന്നെ വേണം നമ്മുടെ ജീവിതത്തിലും. നിങ്ങളുടെ പുറകെ ഒരുപാട് പേര് പല കാര്യങ്ങളും പറഞ്ഞ് നടക്കുമായിരിക്കും. നിങ്ങളെ വീടിന് കൊള്ളാത്തവളാണെന്നോ, നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവളാണെന്നോ, അല്ലെങ്കിൽ കൊള്ളാത്തവനാണെന്നോ, നിങ്ങളുടെ മനസ്സ് ശരിയല്ലെന്നോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടും പ്ലൂട്ടോയുടെ പുറകെ നടന്നതുപോലെ നടക്കും. അല്ലെങ്കിൽ പ്ലൂട്ടോയെ ആദ്യമേ സ്ഥാപിച്ചതുപോലൊരു വലിയ സ്ഥാനം നൽകി നമ്മളെ ഒരു കുടുംബത്തിൽ സ്ഥാപിക്കും. നമ്മൾ ആരോടും ആവശ്യപ്പെടാതെ തന്നെ നമുക്കൊരു സ്ഥാനം ഒരു വലിയൊരു കുടുംബത്തിൽ കിട്ടും.
അതിനുശേഷം കുറേ നാൾ കഴിയുമ്പോൾ പറയാം നിങ്ങൾ ഈ ആ സ്ഥാനത്തിന് യോജിച്ചതല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പുറകെ ഈ ശാസ്ത്രജ്ഞന്മാർ പ്ലൂട്ടോയുടെ പുറകെ നടന്ന പോലെ കുറേ ആളുകൾ നമ്മുടെ പുറകെ വന്നെന്ന് പറഞ്ഞ് നമ്മൾ മാറേണ്ട കാര്യമൊന്നുമില്ല. നമ്മളായിട്ട് നമ്മുടെ സ്ഥാനം എന്താണോ അതിൽ നിൽക്കണം, അല്ലേ? അല്ലാതെ ആരുടെയും പുറകെ ഞാൻ മാറിയേക്കുക, നിങ്ങൾ പറഞ്ഞതൊക്കെ അനുസരിക്കുക എന്നുകൊണ്ട് ആരുടെ പുറകെയും പോകേണ്ട കാര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മുടെ മനസ്സാക്ഷി, നമ്മുടെ മനസ്സ് ഇതനുവദിക്കുന്ന പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ബാക്കിയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുകയേ ചെയ്യണ്ട. എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? പ്ലൂട്ടോയ്ക്കൊരു മനസ്സുണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ പ്ലൂട്ടോ ഇതൊന്നും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല, അല്ലേ? എന്നിട്ടും ഇവിടെ നിന്നുകൊണ്ട് മനുഷ്യരെന്തെല്ലാം ഒപ്പിക്കുന്നത്. ഒരു ഗ്രഹമായി ഇത്രയും അകലെ നിൽക്കുന്ന പ്ലൂട്ടോയെ പോലും ഈ മനുഷ്യർ വെറുതെ വിടുന്നില്ല. അപ്പോൾ പിന്നെ മനുഷ്യരെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലേ? പ്ലൂട്ടോയ്ക്ക് പറ്റുമായിരുന്നുണ്ടെങ്കിൽ പ്ലൂട്ടോ വന്ന് ഈ നമ്മുടെ മനുഷ്യർക്കെതിരെ വേണമെങ്കിൽ ഒരു കേസ് തന്നെ കൊടുത്തേനെ. നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ എന്നെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ, 9ാമത്തെ ഗ്രഹം എന്നുള്ള രീതിയിൽ? ഇപ്പോൾ അവിടുന്ന് മാറ്റാൻ എന്തുകൊണ്ട് ഒരു കോടതി ചെന്ന് കേസ് കൊടുക്കാമായിരുന്നു, അല്ലേ? തമാശയായിട്ട് പറയണമെങ്കിൽ. പക്ഷെ ഇങ്ങനെയൊന്നും നടക്കില്ല. ഇവിടെ എന്നിട്ട് മനുഷ്യർക്കാണ് ഒന്നും സഹിക്കാൻ വയ്യാത്തത്. മനുഷ്യർ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? അപ്പോൾ എല്ലാത്തിലും കയറി കൈ കടത്തിക്കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് കുറേ മനുഷ്യർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എങ്കിൽ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ എപ്പോഴും പൂർണ്ണമാണോ? എല്ലാ കണ്ടുപിടുത്തങ്ങളും 100% വിജയമാണോ? ഒരിക്കലുമല്ല. ചില സമയത്ത് ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറയുന്നത് പോലെ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലേ? അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പ്ലൂട്ടോയെ പോലെ ഇരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നിങ്ങളെന്നെ ആരുമായിട്ട് അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ല, നിങ്ങൾ അംഗീകരിച്ചിട്ട് പിന്നെ നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് അംഗീകാരം ഇനി ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നവുമില്ല, എന്നെ ഇതൊന്നും ബാധിക്കുകയില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കൂ, അല്ലേ? ഞാനിപ്പോൾ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. 3ഉം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലേ? നമ്മൾ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് എത്തിപ്പെടുമ്പോൾ അതിൽ നിന്ന് നമ്മളൊരു പോസിറ്റീവിനെ കണ്ടെത്താം. നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റി എങ്ങനെ നല്ല രീതിയിലേക്ക് മാറ്റാം. നമുക്കെതിരെ പടവെട്ടാനായിട്ട് വരുന്നവരുടെ അടുത്ത് എങ്ങനെ നിൽക്കാം, നമ്മുടെ പ്ലൂട്ടോയെ കണ്ടുപിടിക്കൂ എന്ന രീതിയിൽ, അല്ലേ? അങ്ങനെ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ എത്ര സ്ട്രോങ് ആക്കാൻ പറ്റുമോ അത്രയും സ്ട്രോങ് ആക്കിക്കൊണ്ടേയിരിക്കുക. ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിനെ അത് സ്ട്രോങ് ആക്കാനായിട്ടുള്ള ഒരു ഔഷധമാണെന്ന് മാത്രം കരുതുക, ഇല്ലേ? ആദ്യം നമ്മളതിനെയൊക്കെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് പലരുടെയും സഹായം നിർദ്ദേശങ്ങളും ഒക്കെ തേടും. പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ എൻ്റേതാണ്, ഇതൊക്കെ എൻ്റെ മനസ്സിനെ സ്ട്രോങ് ആക്കാനായിട്ട് ഈ ശക്തി നൽകുന്ന, ഈ പ്രപഞ്ച ശക്തി നൽകുന്ന ഒരു ഔഷധങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ വേണ്ടാന്ന് വയ്ക്കല്ല, അതിനെ സ്വീകരിച്ചിട്ട് ആരാണോ നമുക്ക് ആ ഔഷധം ഉണ്ടാക്കി തന്നത് അവരുടെ മുന്നിൽ ആ ഔഷധം കഴിച്ചുകൊണ്ട് കൂടുതൽ ശക്തരായിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മളുടെ ശക്തിയിൽ അസൂയ പൂണ്ടു നിൽക്കുന്ന ആൾക്കാരെന്താണ് വീണ്ടും നമുക്കെതിരെയുള്ള ഔഷധങ്ങൾ നിർമ്മിച്ചു കൊണ്ടുവരും. അപ്പോൾ നമ്മൾ വീണ്ടും ശക്തരാകുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിന്നീട് നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ലാസ്റ്റ് ആര് തോൽക്കും? ഈ ഔഷധം ഉണ്ടാക്കുന്ന വ്യക്തി തന്നെ, അല്ലെങ്കിൽ വ്യക്തികൾ തന്നെ തോറ്റുപോകും. അവളുടെ അടുത്തൊന്നും നടക്കില്ല, അല്ലെങ്കിൽ അവൻ്റെ അടുത്തൊന്നും നടക്കില്ല എന്നൊരു ബോധ്യം അവർക്കുണ്ടാകും. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്യുക. നമ്മുടെ മനസ്സിനെ വലയ്ക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ വളരെ വേഗത്തിൽ മാറി കൊടുക്കുക. അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുക. അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രതിബന്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളുടെ ഒപ്പം നിൽക്കും. ഇന്നലെ എൻ്റെ ഒപ്പം എൻ്റെ മനസ്സ് നിന്നു. എനിക്ക് ആ മനസ്സിനോടുള്ള സന്തോഷമാണ്, അല്ലെങ്കിൽ നന്ദിയാണ് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും
ഓരോ പ്രതിസന്ധി വരുമ്പോഴും ശ്രദ്ധയോടെ ഇതിനെ എങ്ങനെ മറികടക്കാം എന്ന് ഒറ്റ നിമിഷം ചിന്തിക്കുക. സംഭവിച്ചു പോയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതിനേക്കാട്ടും നല്ലത് അതിൽ നിന്ന് എന്ത് നേടാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിലും മാറ്റമുണ്ടാവും. മനസ്സും ശരീരവും ഒരിടത്ത് തന്നെ നിൽക്കും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ശരിയല്ലേ?